ഹായ് ഹലോ സിജിയാണ് കേട്ടോ. കൊലുസും കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പോട്ട്സുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു മെറ്റൽ സ്റ്റാൻഡിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. ആ വീഡിയോയിൽ ഒത്തിരി അധികം വ്യൂസും വന്നിട്ടുണ്ട്, ഒത്തിരി പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു എന്നും മനസ്സിലായി. പിന്നെ നമ്മൾ പ്ലാന്റ് ലവേഴ്സ് പ്രധാനമായും നേരിടുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്രീപ്പിംഗ് പ്ലാന്റുകൾ കാണും. നല്ല മനോഹരമായ പൂക്കൾ വിടരുന്ന ഒത്തിരി പ്ലാന്റുകൾ കാണും. പക്ഷേ ഈ ക്രീപ്പേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾക്ക് വളരാൻ ഒത്തിരി സ്ഥലം ആവശ്യമാണ്. ഇതിനിങ്ങനെ പടർത്തി വിട്ടൊക്കെ വളർത്താൻ ഒരുപാട് സ്ഥലം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. കൂടെ നിങ്ങളുടെ പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. വർഷം മുഴുവനും പൂക്കൾ തരുന്ന ക്രീപ്പേഴ്സും ഉണ്ട്, സീസണലായിട്ട് പൂക്കൾ തരുന്ന ക്രീപ്പിംഗ് പ്ലാന്റുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിൽ പൂക്കൾ തരുന്ന അല്ലെങ്കിൽ പല സീസണിൽ പൂക്കൾ തരുന്ന ക്രീപ്പേഴ്സിനെ വളർത്താൻ വളരെ കുറച്ച് സ്ഥലം കൂടി മതിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും, അതായത് പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്റ്റാൻഡുകൾ അഥവാ ട്രെല്ലീസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ യോജിപ്പിച്ച് നമുക്ക് മനോഹരമായ സപ്പോർട്ടിംഗ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ട്രെല്ലീസുകൾ ഉണ്ടാക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ട്രെല്ലീസ് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ക്രീപ്പേഴ്സിന് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെല്ലീസുകൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് ട്രെല്ലീസ് വാങ്ങേണ്ടി വരും. പക്ഷേ അത് ഈൽഡ് നിൽക്കുകയും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റായിട്ട് കിടക്കുന്ന ബാക്കി കുറച്ച് കമ്പികളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചേർത്ത് നമുക്ക് വെൽഡ് ചെയ്യിച്ച് മനോഹരമായിട്ടുള്ള ട്രെല്ലീസുകൾ ഉണ്ടാക്കാം. എന്തിന്, നമ്മുടെ സൈക്കിളിൻ്റെ ടയർ തന്നെ മതി. അതിൻ്റെ ആ ട്യൂബൊക്കെ മാറ്റി അതിൻ്റെ ഫ്രെയിം എടുത്താലും നമുക്ക് ഏതെങ്കിലും ഒരു കമ്പിയിൽ ഒന്ന് വെൽഡ് ചെയ്തെടുത്താലും മതി. നമുക്ക് ഈ ക്രീപ്പേഴ്സിനെ മനോഹരമായി വളർത്താനുള്ള ട്രെല്ലീസായി. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു ക്രീപ്പിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ക്രീപ്പിംഗ് പ്ലാന്റിനുള്ള സ്റ്റാൻഡ് അഥവാ ട്രെല്ലീസ്. ഇതൊരു ബാക്കി ഇവിടെ പണ്ട് ഷീറ്റൊക്കെ ഇട്ടിൻ്റെ ബാക്കി വന്ന ഒരു കമ്പിയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ പണി വന്നപ്പോൾ കൂടെ വെൽഡ് ഏൽപ്പിച്ചെടുത്തതാണ്. ഇതിന് പ്രത്യേകിച്ച് കാശൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഇത്തിരി കുറച്ച് ഇവിടെ പല പല കഷ്ണങ്ങളായിട്ടൊക്കെ ബാക്കി കിടന്നതാണ്. അപ്പോൾ അതിനെ എടുത്തതായി ഇതുപോലെ ഒരു ക്രോസ് ഒക്കെ കൊടുത്ത് റൗണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലോട്ട് കയറ്റുകയാണെങ്കിൽ, ഇതിലോട്ട് നമ്മൾ പ്ലാന്റിനെ പടർത്തി കയറ്റുകയാണെങ്കിൽ ഇതിലൊക്കെ നമുക്ക് പടർത്തിയിട്ട് കുട പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒന്ന്. പിന്നെ ഈ കമ്പിയിലൊക്കെ ഇതുപോലെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം നമുക്ക് കേടുകൂടാതെ, ഒത്തിരി കാലമെന്നല്ല കേടുകൂടാതെ ആജീവനാന്തം നമുക്ക് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ഉറപ്പിൽ നമ്മൾ നിലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പോട്ടിലോ ഒക്കെ നമ്മൾ ഉറപ്പിച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാം. ചീത്തയാകാതെ ഒരുപാട് നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുപോലെ ബാക്കി വരുന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യിച്ചെടുക്കാം. ഒരുപാട് ഹൈറ്റിൽ വേണമെങ്കിൽ ഇതിനെ തന്നെ ചേർത്ത് നമുക്ക് ഇതുപോലെ ചേർത്ത് വെൽഡ് ചെയ്യിച്ചിട്ട് മുകളിലൊക്കെ ഒരു ക്രോസ് ഒക്കെ അടിച്ചു കൊടുത്താൽ മതി. ഒരു ക്രോസ് ഒക്കെ അടിച്ചു കൊടുത്താലും നമുക്ക് ക്രീപ്പിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ വരുന്ന കുഞ്ഞു കഷ്ണമായിട്ടുള്ള കമ്പി പോലും നമ്മൾ കളയണ്ട. കുറച്ചൊക്കെ കഷ്ണങ്ങൾ കമ്പി ഉണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റും. രണ്ടാമത്തേതായിട്ട് നമ്മൾ വെൽഡ് ചെയ്യിപ്പിച്ചത് ഇതാണ്. ഇതും ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു കമ്പി വന്നതായിരുന്നു. ഈ ഒരു കമ്പി അത്യാവശ്യം നല്ല ലെങ്തിലുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി ഇപ്പോൾ ബാക്കി വന്നതാണ്. പിന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന കമ്പി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വെൽഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എത്ര വെയിറ്റിൽ, അതായത് ഒരുപാട് വള്ളിയോടുകൂടി ആ പ്ലാന്റ് വളർന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും ക്രോസ് ചെയ്ത് ആ പ്ലാന്റിനെ വളർത്തിയാലും ഇത് ഒടിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഇതുപോലെ പെയിൻറ്റും കൂടിയൊക്കെ അടിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് റസ്റ്റിങ്ങിനൊന്നും പോകത്തില്ല, കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇതാണ് അടുത്ത സ്റ്റാൻഡ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ ഒരു കമ്പിയാണ്. ഇതിൻ്റെ താഴത്തെ കമ്പി വലിയ കമ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ വലിയ കമ്പികളില്ല എങ്കിൽ 2 കമ്പി, വണ്ണം കുറഞ്ഞ 2 കമ്പി ഒരുമിച്ച് ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും ഒക്കെ ആയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അത് നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ട്രയാങ്കിൾ പോലെയൊക്കെ നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാലും അത് ഇരുന്നോളും. പിന്നെ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള താഴത്തെ ഈ ഒരു കമ്പി ഉള്ളതുകൊണ്ട് ഇതിനെ ഇവിടെയും കൂടെ എക്സ്ട്രാ ആയിട്ടൊന്ന് വെൽഡ് ചെയ്യിച്ചു. അങ്ങനെ വരുമ്പോൾ ഇതിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും നമുക്ക് തൂക്കിയിടാം. ഇതിലോട്ട് നമുക്ക് പ്ലാന്റിനെ പടർത്തി കയറ്റുകയും ചെയ്യാം. കണ്ടില്ലേ?
അപ്പോൾ ഇതിലിനി നമുക്ക് തറയിൽ നടത്തക്ക രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം വലിയ പോട്ടൊക്കെ വേണ്ടി വരും. വലിയ പോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ അത് ഉറപ്പിക്കാം. പക്ഷേ ഇത് ഒത്തിരി ഹൈറ്റിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ സിമെൻ്റൊക്കെ ഇട്ട് പിന്നെ ഉറപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിതിനെ നിലത്ത് കുഴിച്ചിട്ട് അവിടെ നമ്മുടെ ക്രീപ്പിംഗ് പ്ലാന്റ് തൊട്ടടുത്തായിട്ട് നട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ വെയിൽ നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പൂക്കുന്ന ചെടികൾക്ക് എന്ത് തന്നെയായാലും നല്ല വെയിൽ വേണം. അപ്പോൾ അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്കിതിനെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ്, ഈ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിനെ ഇതുപോലെ കുട പോലെ വളർത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇതിനെ ഇതുപോലെ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഒരു പുളിഞ്ചി മരമാണ്. അപ്പോൾ പുളിഞ്ചി മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിനെ നട്ടേക്കുന്നത്. ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിനെ ഈ ഒരു പുളിഞ്ചി മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ നിന്നൊരു കമ്പി താഴേന്ന് മുകളിലോട്ടൊരു കമ്പി വെച്ചിട്ട് അതിൽ നമ്മളിതാ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ക്യാമറയിൽ എത്രത്തോളം നന്നായിട്ട് കാണുമെന്നറിയില്ല. അതാ ഇവിടെ വെൽഡ് ചെയ്ത് ഇതുപോലെ 2 സർക്കിളായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സർക്കിളിൽ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കുടയായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിപ്പോൾ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അതിനെ കറക്റ്റ് എൻ്റെ വള്ളിയെല്ലാം ലെവൽ പിടിച്ച് കറക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും ഒരു അംബ്രല്ല മോഡലിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ആ ഒരു വെൽഡിങ്ങിൻ്റെ പുറത്തെ ഭാഗത്തിലുള്ള ആ ഒരു റിങ് വന്നിട്ടുണ്ട്. ഇതിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല, അതിൽ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് വെൽഡ് ചെയ്ത് വളയം ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിൽ വെൽഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ അവർ ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെൽഡ് ചെയ്താണ് തന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിതിനെ നല്ല ഭംഗിയിൽ നമുക്ക് സർക്കിളാക്കി വളർത്തിയെടുക്കാം. നിറയെ പൂക്കൾ, എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് പിങ്ക്. ഇനി നമുക്ക് ആ ഒരു സപ്പോർട്ടേഴ്സിൻ്റെ ചുവട്ടിലായിട്ട് നടാനുള്ള പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 3 പ്ലാന്റുകളാണ്. ഒന്നാമത്തേത് നമ്മുടെ ഒരു ബ്രൈഡൽ ബൊക്കറ്റാണ്. ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് വിളിക്കുന്നത് ഈ ഒരു പ്ലാന്റാണ് ഇത്. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തതൊക്കെ ആകെ ഇളക്കി വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മണ്ണിലോട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോൺ സീസണലായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറയുന്നത്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. ഇതുപോലെ നമ്മുടെ മുല്ലപ്പൂക്കെ പോലെ, അതായത് പിച്ചിപ്പൂ പോലെ നിറയെ പൂക്കൾ, എപ്പോഴും കൊലകൊലയായിട്ട് ബഞ്ച് കണക്കിന് പൂക്കൾ തരുന്ന, വെള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ബ്രൈഡൽ ബൊക്കറ്റ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നട്ട് കൊടുക്കാം അതിൻ്റെ ചുവട്ടിലായി. രണ്ടാമതായിട്ട് ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇത് മനോഹരമായിട്ട് പൂക്കൾ തരുന്ന ഓറഞ്ച് ഫ്ലെയിം വൈൻ അഥവാ ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നൊക്കെ പേരുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ ശ്രദ്ധിക്കാതെ മഴയൊക്കെ പിടിച്ച് ഇതിൻ്റെ ആ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇതുപോലെ അതിൻ്റെ ടെമ്പററി ആയിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പോൾ കൊടുത്തിരുന്ന സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ ഇനി അതിന് നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അതിൻ്റെ പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വിടുകയാണെങ്കിൽ നന്നായിട്ട് വളർന്ന് കയറുകയും ചെയ്യും. നിറയെ പൂക്കൾ തരും. അത്യാവശ്യം വെയിൽ വേണമെന്നേ ഉള്ളൂ. വെയിലുള്ള സ്ഥലത്ത് നട്ടാൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഓറഞ്ച് ട്രംപറ്റ് വൈൻ അഥവാ ഓറഞ്ച് ഫ്ലെയിം വൈൻ. പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് നമ്മുടെ ഗാർലിക് വൈനാണ്. ഇതിൽ നല്ല മനോഹരമായിട്ടുള്ള വയലറ്റ് കളറിലെ പൂക്കളുണ്ടാകും. വയലറ്റും വെള്ളയും കൂടെ കലർന്നിട്ടുള്ള പൂക്കൾ. അപ്പോൾ ഫസ്റ്റ് കൊലകൊലയായിട്ടാണ് പൂക്കളൊക്കെ ഇതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് സീസണൽ ഫ്ലവറാണ്. എപ്പോഴും പൂക്കൾ കാണില്ല. സീസണലായിട്ട് പൂക്കുമ്പോൾ നിറയെ പൂക്കളുണ്ടാകും. ഇല കാണാതെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ഒരു നമ്മുടെ ഗാർലിക് വൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിനെ 3നെയാണ് ഞാൻ നമ്മുടെ ആ ഒരു ട്രെല്ലീസിൻ്റെ ചുവട്ടിലായിട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബ്രൈഡൽ ബൊക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് ഫ്ലെയിം വൈനോ നട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിതിൻ്റെ ചുവട്ടിലായിട്ട് ഓറഞ്ച് ഫ്ലെയിം വൈനാണ് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ചട്ടിയിൽ നിന്നെടുത്ത് അതിൻ്റെ ചുവട്ടിലായിട്ട് നട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകളെല്ലാം ഉണങ്ങിയതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണങ്ങിയ ഒരുപാട് കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയുള്ള ക്രീപ്പിംഗ് പ്ലാന്റുകൾക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അതൊരു
ഭംഗിയുമില്ലാതെ വളർച്ചയ്ക്ക് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിന് നമ്മൾ നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇനി വളർന്നോളും. അപ്പോൾ ഇതിനെ നമുക്ക് അതിൻ്റെ ചുവട്ടിലായിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് നട്ട് നമ്മളൊരു സപ്പോർട്ടൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിൽ നമ്മുടെ കയർ കെട്ടിക്കൊടുക്കാം. ചൂടി കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് അതിൽ പിടിച്ച് കയറും. ഇല്ലെങ്കിൽ ഇതിൻ്റെ വള്ളികൾ വളരുന്നതിനനുസരിച്ച് നമുക്കിതിനെ ഓരോ സപ്പോർട്ടായിട്ട് കെട്ടിക്കൊടുത്ത് ഇതിനെ വളർത്താം. അപ്പോൾ ഇനി പതുക്കെ ഇത് ഇതിലോട്ട് പിടിച്ച് കയറി ഫുള്ളായിട്ട് വളർന്നു. രണ്ടാമത്തെ ഈ ഒരു ക്രീപ്പർ സപ്പോർട്ടിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ ബ്രൈഡൽ ബൊക്കറ്റാണ് വെച്ചിരിക്കുന്നത്. ബ്രൈഡൽ ബൊക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് വലുതായ ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതിനെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു ടയറാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയറോ വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മൾ ഈ ഒരു സപ്പോർട്ടിൽ കയർ ചുറ്റിയതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് അതിൽ തന്നെ സ്വന്തമായിട്ട് ചുറ്റിക്കൊള്ളും. മൂന്നാമത്തേൽ നമ്മൾ നട്ടിരിക്കുന്നത് നമ്മുടെ ഗാർലിക് വൈൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റും നമ്മൾ ഈ ഒരു സപ്പോർട്ടേഴ്സിൻ്റെ ചുവട്ടിലായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റും വളരെ ഹെൽത്തി ആയിട്ട് അവിടെ ഇരുന്ന് വളർന്നു വരട്ടെ. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ റിങ്ങിലായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ തൂക്കിയിടാവുന്നതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് പടരുന്നത് വരെ ഹാങ്ങിങ് പ്ലാന്റ്സും നമുക്കിതിൽ തൂക്കിയിട്ട് നല്ല ഭംഗിയാക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വേസ്റ്റ് വരുന്ന കമ്പി കൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ചും പ്ലാന്റ് ലവേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ക്രീപ്പിംഗ് പ്ലാന്റിൻ്റെ സപ്പോർട്ട് അഥവാ ട്രെല്ലീസിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു കുഞ്ഞ് സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ പുതിയ അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം ജിജി നിജാസ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ.